ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ കബ്സയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ റൈസാണ് എടുത്തത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് കബ്സേൻ്റെ വൈറ്റ് റൈസാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ മഞ്ഞ കളറുള്ള റൈസാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുതിർത്ത് വെക്കണം. ഇതൊരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഒരു 3/4 മണിക്കൂറിന് ശേഷമാണിത് വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വെക്കുന്നത്. അപ്പോൾ അത് കുതിർന്ന ശേഷം നമുക്ക് വെള്ളം വരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വാരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു സവാളയാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തത്. ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള സവാളയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഉരുണ്ട വെളുത്തുള്ളിയാണ് എടുത്തത്. പിന്നെ 2 പച്ചമുളക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂണ് നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് മല്ലിയിലേക്ക് പകരം ഇത് നാടൻ മല്ലിയിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഉള്ളത് അതും കൂടി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം ഏത് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചാലും മതി. ഇതിലേക്ക് കുറച്ച് ഏലക്കായ, ഗ്രാമ്പൂ, പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ക്യൂബ് ചിക്കൻ ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കതിലേക്ക് ഒരു ചിക്കനാണ് കഴുകി വെച്ചിട്ടുള്ളത്. അത് വെള്ളമൊക്കെ വരാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ ഈ മസാലയിൽ കടന്നിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് മുന്നേ അതിലേക്ക് ഒരു ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇതിൽ നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് അരി എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയിൽ നിന്ന് 1 കപ്പ് കുറച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ അരി അളക്കാതെ ഒരു സുമാർ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത്, ഇപ്പോൾ 4 ഗ്ലാസ് അരിയാണെങ്കിൽ ഒരു 7 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള റൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കല്ലുപ്പാണ് പൊടിയുപ്പിനേക്കാളും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇതിലേക്ക് ബിരിയാണി ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പകരം പുതിനയും മല്ലിയിലയും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ തള വന്ന ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിലിപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഇതിപ്പോൾ റൈസിൻ്റെ ഉൾഭാഗം ശരിക്കും വെന്തിട്ടില്ല. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയമായപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ ഇതിൽ കിടന്നിട്ട് തന്നെ ഈ റൈസ് വെന്ത് കിട്ടും കേട്ടോ. പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. കാരണം റൈസ് ഉടയാത്ത രീതിയിൽ ഇതേപോലെ പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ പാകത്തിനുള്ള വേവായി കിട്ടും കേട്ടോ. ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയതാണ്.
അപ്പോൾ റൈസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ടൊമാറ്റോ സൽസ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ പിന്നെ തൂമോ ഒക്കെ വേണേൽ കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ പോയി കണ്ടാൽ മതി. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഈ റൈസും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കപ്സ റെസിപ്പിയാണ് ഇട്ടത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.